ഹരേ കൃഷ്ണ. നമ്മൾ ദശമസ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായമാണ് ഇനി നോക്കാനുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പൂതനാമോക്ഷം പറഞ്ഞ് നിർത്തുകയുണ്ടായി. അവിടെ ശ്രീശുക മഹർഷി പരീക്ഷിത് മഹാരാജാവിന് പൂതനാമോക്ഷം മുഴുവൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫലവും കൂടി പറഞ്ഞു കൊടുത്ത് ആ കഥ അവസാനിപ്പിച്ചപ്പോൾ ഇനിയും പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒരു ചോദ്യ രൂപേണയാണ്, അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒരു മറുപടി രൂപേണയാണ്, ഒരു അനുഭവ സത്യത്തെ തുറന്നു പറച്ചിൽ എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. അഥ സപ്തമോധ്യായഃ. രാജോവാച യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വരഃ കരോതി കർണരമ്യാണി മനോജ്ഞാനി ജനഃ പ്രഭോ. ഈ ഒരു അധ്യായത്തിൽ ശകടാസുരനെ വധിക്കുന്നത്, അതേപോലെ തൃണാവർത്തൻ എന്ന അസുരന് മോക്ഷത്തെ നൽകുന്നത്, അതേപോലെ ഭഗവാന്റെ വായിൽ ആ യശോദാമ 14 ലോകങ്ങളെയും കാണുന്ന ഒരു രംഗം, ഇതൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ പൂതനാമോക്ഷം വരെ കേട്ടുകഴിഞ്ഞ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക മഹർഷിയോട് പറയുകയാണ്, യേന യേനാവതാരേണ എന്ന് പറഞ്ഞാൽ യേന യേന അവതാരേണ, രണ്ടാമത്തെ ഏനാവതാരേണ എന്ന് പറയുന്നിടത്ത് അത് പിരിക്കുമ്പോൾ ഏന അവതാരേണ. അപ്പോൾ ഏന ഏന എന്ന് പറഞ്ഞാൽ ഏതേതെല്ലാം അവതാരേണ, അവതാരത്തിലൂടെ, അവതാരം കൊണ്ട് ഭഗവാൻ സാക്ഷാൽ ആ ശ്രീഹരി ഭഗവാൻ ഹരിരീശ്വരഃ, ഹരിഹി ഈശ്വരഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഹരിരീശ്വരഃ. ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവനായിട്ടുള്ള, തൻ്റെ പ്രജകളുടെ, തൻ്റെ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവനായിട്ടുള്ള, ഇല്ലാതെയാക്കുന്നവനായിട്ടുള്ള ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ശക്തിയായിട്ടുള്ളവൻ, അത്രയും ശക്തനായിട്ടുള്ളവൻ. നമുക്ക് നരസിംഹാവതാരം പറയുമ്പോൾ അവിടെ നമുക്ക് ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭക്തപ്രഹ്ലാദനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. അതിൽ വളരെ മനോഹരമായ വരി. ഇവിടെ ഹിരണ്യകശിപു ആ ഭക്തപ്രഹ്ലാദനോട് കോപിക്കുമ്പോൾ എവിടെയാണ് നിന്റെ ഈശ്വരൻ? തന്നെയല്ല, ആദ്യം ആ ഗുരുമുഖത്ത് നിന്നും കേട്ടിട്ട് വന്ന് പറയുന്നതെല്ലാം ആ നാരായണസ്വാമിയുടെ ഭഗവാന്റെ മഹത്വമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഭയപ്പെടുന്നു, ഹിരണ്യകശിപുവിനെ ഭയപ്പെടുന്നു. ആരും ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നില്ല. ഇതാകട്ടെ തൻ്റെ പുത്രൻ തന്നെ, തൻ്റെ കുലത്തിന് പേരുദോഷം കേൾപ്പിക്കാവുന്ന വിധത്തിൽ തൻ്റെ പേരിന് ജയ് പറയാതെ ആ ഭഗവാന്റെ നാമത്തിന് ജയ് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്റെ ബലം? അവിടെ ഭക്തപ്രഹ്ലാദൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം. എൻ്റെ ബലം മാത്രമല്ല, അല്ലയോ പിതാമഹ, അല്ലയോ അച്ഛാ, അല്ലയോ മഹാരാജാവേ, എൻ്റെ ബലം മാത്രമല്ല, അങ്ങയുടെയും ജഗതാം, ഈ ജഗത്തിൻ്റെ മുഴുവൻ ബലമായിട്ടുള്ളത് ആ വൈകുണ്ഠനാണ്, ആ വൈകുണ്ഠസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ എല്ലാത്തിനും ശക്തിയായി വർത്തിക്കുന്നവൻ, എല്ലാത്തിനും ശക്തി ഉള്ളവനായിട്ടുള്ള ഭഗവാൻ എന്താണ് അസാധ്യമായിട്ടുള്ളത്? എല്ലാത്തിനും ശക്തിയായിട്ടുള്ളവനായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാൻ. എന്നിട്ടും ഇവിടെ ഒരു വാക്കുകൂടി എടുത്തു പറഞ്ഞു, ഭഗവാൻ.
ഇത്രയും പറഞ്ഞു. ഹരിയാണ്, ഈശ്വരനാണ്, ഭഗവാൻ എന്നുകൂടി പറഞ്ഞു. കാരണം എന്താ, ആരാ ഭഗവാൻ എന്ന് പറയുന്നത്? 6 ഗുണങ്ങളോട് കൂടിയവനാണ്. കൂടിയ ഒരാളിന് മാത്രമേ ഭഗവാൻ എന്ന ശബ്ദത്തിന് അർഹതയുള്ളൂ. അഥവാ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് മാത്രമാണ് ആ ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യനായിട്ടുള്ളവൻ എന്ന് നമുക്ക് ആദ്യത്തെ ദശകത്തിൽ തന്നെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നു. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം, ഇങ്ങനെയുള്ള 6 ഗുണങ്ങളോട് കൂടിയ ഭഗവാന്, ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമാണ് ആ ഭഗവാൻ എന്ന ശബ്ദത്തിന് അർഹതയുള്ളത്. അപ്പോൾ ഒരൊറ്റ വരിയിൽ തന്നെ 6 ഗുണങ്ങളും തികഞ്ഞ, എല്ലാത്തിനും ശക്തനായിട്ടുള്ള, എല്ലാത്തിനും ശക്തിയായിട്ടുള്ള, അതേസമയം തൻ്റെ പ്രജകളുടെയൊക്കെ കഷ്ടത്തെ, പാപത്തെ ഹരിക്കുന്നവനായിട്ടുള്ള, അങ്ങനെ പറയുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ, ഹിരണ്യാക്ഷത്തിൻ്റെയും പാപത്തെ ഹരിച്ചവനാണ് ശ്രീ മഹാവിഷ്ണു ഭഗവാൻ. അവരോട് വൈരാഗ്യബുദ്ധി ആയിരുന്നില്ല ഭഗവാൻ ഉണ്ടായിരുന്നത്. അവരോടും ഭഗവാന്റെ അതിയായ കാരുണ്യം കൊണ്ടാണ് അവരുടെ പാപത്തെ ഇല്ലാതെയാക്കി ആ ദുഷ്ടജന്മത്തിൽ നിന്നും ഒരു മോചനം കൊടുത്തത് ഭഗവാൻ. അങ്ങനെയുള്ള ആ മഹാവിഷ്ണു ഭഗവാൻ കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഃ പ്രഭോ. കരോതി എന്ന് പറയുന്നാൽ ചെയ്യുന്നത്. ഈ ഇങ്ങനെയുള്ള ആ ശ്രീഹരി ഭഗവാൻ ചെയ്യുന്ന എന്തെല്ലാമാണോ ചെയ്യുന്നത്, ഏതെല്ലാം അവതാരങ്ങളിലൂടെ എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ കർണരമ്യാണി, കർണങ്ങളെ രമിപ്പിക്കുന്നതാണ്, ചെവിക്ക് വളരെയേറെ സുഖത്തെ നൽകുന്നതാണ്, കേൾക്കുന്തോറും നമുക്ക് ആ ഒരു ആനന്ദത്തെ നൽകുന്നതാണ്. പിന്നെയോ മനോജ്ഞാനി, മനസ്സിനെയും ആനന്ദിപ്പിക്കുന്നതാണ്. കണ്ണുകൾക്കും മനസ്സുകൾക്കും ഒരുപോലെ സുഖത്തെയും ആനന്ദത്തെയും കൊടുക്കുന്നതാണ്. ന പ്രഭോ, ന എന്ന് പറഞ്ഞാൽ അവിടെ വിസർഗമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്നുള്ള ഒരു അർത്ഥമാണ്. വിസർഗമില്ലാതെ വരുന്നിടത്ത് ഇല്ല എന്നാണ് അർത്ഥമെങ്കിൽ വിസർഗം വന്നാൽ അവിടെ ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ്, ഒരു ബഹുവചന രൂപമാണ്. അപ്പോൾ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കാതുകൾക്ക് സുഖവും അതേപോലെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതുമാണ് ഇങ്ങനെയുള്ള ആ ശ്രീഹരി ഭഗവാൻ. ഏതേതെല്ലാം അവതാരങ്ങൾ എടുത്തോ, എന്തെല്ലാം ലീലകളാടിയോ അതൊക്കെ ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നതാണ്. പ്രഭോ, അല്ലയോ പ്രഭുവായുള്ളവനെ. ഇവിടെ ഭഗവാന് തന്നെ 4 വിശേഷണങ്ങൾ ഒറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. ഭഗവാനാണ്, ഹരിയാണ്, ഈശ്വരനാണ്, പ്രഭുവാണ്, എല്ലാത്തിനും നാഥനായിട്ടുള്ളവനാണ്, സർവവ്യാപിയാണ് ഭഗവാൻ, പ്രഭുവാണ് എന്ന് ആദ്യത്തെ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ നോക്കൂ. ഇത്രയും ഈ ഒരു ദശമത്തിൽ 9 സ്കന്ധങ്ങൾ കഴിഞ്ഞു. 10ാമത്തെ സ്കന്ധത്തിലെ പൂതന മോക്ഷം കഥ വരെ എത്തിയപ്പോഴേക്കും ആ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഉള്ളിൽ ഭഗവാൻ എന്ന ആ തത്വത്തെ വ്യക്തമായി അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ആ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഃ പ്രഭോ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യേന യേനാവതാരേണ, അത് യേന അവതാരേണ ആയതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഹരിരീശ്വര, അവിടെ ഒരു വിസർഗമുണ്ട്. പിന്നെ താഴെ 2ാമത്തെ വരിയിലും ന പ്രഭോ, അവിടെയും വിസർഗം എടുത്ത് തന്നെ പറയുക, ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ്, അതും ശ്രദ്ധിക്കുക.
ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. യശൃണ്വതോപൈത്യതിരതിർ വിതൃഷ്ണാം സത്വം ച ശുദ്ധ്യത്യചിരേണ പുംസഃ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം വദമന്യസേ ചേത്. യശൃണ്വതോപൈത്യരതിർവിതൃഷ്ണ. ഇത് കുറച്ച് വലിയൊരു വാക്കാണ്. അതിൽ വാക്കുകൾ, പദങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. യത് ശൃണ്വതഃ അപൈതി അരതിർ വിതൃഷ്ണ. യത് ശൃണ്വതഃ അപൈതി അരതിർ വിതൃഷ്ണ. 5 വാക്കുകൾ ചേരുന്നതാണ്. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. യത് എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ, ശൃണ്വതഃ ആരാണോ കേൾക്കുന്നത്, ആ കേൾക്കുന്ന ആളന്, അപൈതി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാകുന്നു, അത് നിശേഷം വിട്ടുപോകുന്നു. എന്ത്? അരതിർ വിതൃഷ്ണ. അരതിർ എന്ന് പറഞ്ഞാൽ രതിയില്ലാത്ത ഒരു അവസ്ഥ. പിന്നെയോ വിതൃഷ്ണ. തൃഷ്ണ എന്ന് പറഞ്ഞാൽ മോഹം, ആഗ്രഹം. വിതൃഷ്ണ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മോഹങ്ങൾ, ഒരു ധാരാളം മോഹങ്ങൾ. അത് ഓരോ സൃഷ്ടിക്കും, ഓരോ മനുഷ്യനെയും ഇത് വല്ലാതെ പിടികൂടുന്നുണ്ട്. നമ്മളൊക്കെ മോഹങ്ങളിൽ പെട്ട് ജീവിക്കുന്നവരാണ്. പലതിനോടും മോഹങ്ങൾ വെച്ചു പുലർത്താറുണ്ട്, ആഗ്രഹങ്ങൾ വെച്ചു പുലർത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പലതരത്തിലുള്ള മോഹങ്ങളൊക്കെയും ഇല്ലാതെയാകും, വിട്ടുപോകും. ഈ ഭഗവാന്റെ കഥ യത് ശൃണ്വതഃ, ആരാണോ കേൾക്കുന്നത് അവരിൽ ഇതെല്ലാം വിട്ടുപോകുന്നു. പലതരത്തിലുള്ള മോഹങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നതൊക്കെ വിട്ടുപോകുന്നു. എന്നിട്ടോ അരതിർ, ഒന്നിനോടും രതിയില്ലാത്ത, മമതയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. പിന്നെയോ സത്വം ച ശുദ്ധ്യത്യചിരേണ പുംസഃ. സത്വം, ഇവിടെ സത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. ശുദ്ധ്യത്യചിരേണ പുംസഃ. ശുദ്ധ്യതി അചിരേണ. ശുദ്ധ്യത്യചിരേണ, ശുദ്ധ്യതി അചിരേണ. ശുദ്ധ്യതി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നു, മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. പിന്നെയോ എങ്ങനെ? അചിരേണ പുംസഃ. ചിരം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം, ചിരേണ കുറച്ചു കാലം കൊണ്ട്, അചിരേണ ഒട്ടും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ആരുടെ? പുംസഃ. ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനാണോ ആ മനുഷ്യനിൽ മനസ്സിനെ പെട്ടെന്ന് തന്നെ മനഃശുദ്ധി ഉണ്ടാകുന്നു, തൻ്റെ ഉള്ളിലെ മോഹങ്ങളെല്ലാം വിട്ടകലുന്നു. പിന്നെയോ ഒരു അരതിർ അവസ്ഥയെ പ്രാപിക്കുന്നു, രതിയില്ലാത്ത അവസ്ഥയെ, മമതയില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. ഏതൊരു ആളാണോ ഈ ഭഗവാന്റെ ലീലകളെ കേൾക്കുന്നത് അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. കാരണം ഇപ്പോൾ ഈ പരീക്ഷിത്ത് പറയുന്നത് സ്വാനുഭവത്തിലൂടെയാണ്. തൻ്റെ തന്നെ അനുഭവം, തനിക്കിപ്പോൾ എന്താണോ അനുഭവപ്പെടുന്നത് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇന്ന് ഈ ഭാഗവത കഥ, ഇത്രയും നേരവും കേട്ട ഭാഗവത കഥയെ ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് വിലയിരുത്തുന്നത്. തൻ്റെ അനുഭവം എന്താണെന്നൊരു തുറന്നു പറച്ചിലാണിത്. പിന്നെ പറയുകയാണ് ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം. ഭക്തിർഹരൗ, ഭക്തിഹി ഹരൗ. ഭക്തിഹി എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ഭഗവാനോടുള്ള ആ ഒരു പ്രേമഭക്തി. ഹരൗ എന്ന് പറഞ്ഞാൽ ആ ശ്രീഹരി ഭഗവാനിൽ. തത്പുരുഷേ ച സഖ്യം. തത്പുരുഷേ, അങ്ങനെയുള്ള പുരുഷനിൽ, മനുഷ്യനിൽ, ആരിൽ? ഭഗവാനിൽ അത്യധികം പ്രേമഭക്തിയുള്ള ആ ഭക്തനിൽ. കാരണം അങ്ങനെയുള്ളവരിൽ മാത്രമേ ആ ഒരു അരതി എന്നൊരു അവസ്ഥയും മനഃശുദ്ധിയും ഒക്കെ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയുള്ള ആ മനുഷ്യനിൽ സഖ്യം. സഖ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ആത്മബന്ധം, സഖാവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് എന്നതിലേറെ നമ്മളോടൊരു ഇഷ്ടം തോന്നുന്ന അവസ്ഥ,
അല്ല, നമ്മളോടൊരു പ്രീതി ഉണ്ടാവുക. അങ്ങനെയുള്ളവരിൽ ഭഗവാന് അത്യധികം, ആ ശ്രീഹരി ഭഗവാൻ അത്യധികം പ്രീതി ഉണ്ടാവുന്നു, ഇഷ്ടം തോന്നുന്നു. തദേവ ഹാരം വദമന്യസേ ചേത്. തദേവ, തത് ഏവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തദേവ. തത് ഏവ, ആ ഭഗവാന്റെ കഥ തന്നെ. ഇവിടെ തത് എന്ന് ഉദ്ദേശിച്ചത് ആ ഭഗവാന്റെ കഥകളെയാണ് ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നതും. ആ ഭഗവാന്റെ ആ ഒരു ലീലകൾ, ഏതേതെല്ലാം അവതാരങ്ങൾ എടുത്തോ അതിലൊക്കെ ഭഗവാൻ ചെയ്ത ലീലകൾ. ഇവിടെ നോക്കൂ, ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ലീലകളുടെ മനുഷ്യ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ലീലകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിലുടനീളം. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പൂതനാമോക്ഷം എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ലീലയാണ്. പൂതനാമോക്ഷം കഴിഞ്ഞതും അത് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും തോന്നിത്തുടങ്ങിയിരിക്കുന്നു ആ പരീക്ഷിത് മഹാരാജാവിന് ഈ കഥകൾ, ഭഗവാന്റെ ഈ കഥകൾ ഹാരം എന്ന് പറഞ്ഞാൽ ആ ശ്രീഹരി ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള, വധ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരണമേ, മന്യസേ ചേത്. മന്യസേ എന്ന് പറഞ്ഞാൽ ഞാനത് മനസ്സിൽ വിചാരിക്കുന്ന ചേത് എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഞാനത് മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കഥ തന്നെ ഭഗവാന്റെ യാതൊരു ലീലകളാണോ ഒരു ഭക്തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതേപോലെ തന്നെ ആ ഭക്തനിൽ മോഹമില്ലാത്ത ഒരവസ്ഥ ഉളവാക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകളെ എനിക്ക് പറഞ്ഞു തരണമേ. കാരണം അങ്ങനെ മോഹമില്ലാതെയായി അരതി എന്നൊരു അവസ്ഥയെ, യാതൊന്നിനോടും മമതയില്ലാതെ ഭഗവാനോട് മാത്രം മമത വരുന്ന ഒരു അവസ്ഥ, ഭഗവാനോട് മാത്രം ഒട്ടൽ വരുന്ന ഒരവസ്ഥ, ആ പ്രേമഭക്തി ഉളവാകുന്ന ഏതൊരു പുരുഷനിലും ഭഗവാനും ഒരു പ്രിയമുണ്ടാകുന്നു, ഒരു ഇഷ്ടം കൂടുന്നു. അതിനുത്തമ ഉദാഹരണമാണ് കുചേലൻ. കുചേലൻ ഒന്നിനോടും ആഗ്രഹമില്ലായിരുന്നു. ഭക്ഷണത്തിനു പോലും നിവർത്തിയില്ലാതെ ഇരുന്നിട്ടും ആ ഭഗവാനിൽ നിന്നും മനസ്സൊട്ടും പിറകോട്ടേക്ക് പോയില്ല. കൂടുതൽ ഭഗവാനോട് രതി എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. ബാഹ്യമായ സർവ്വതിനോടും അരതിയായിരുന്നപ്പോൾ ഭഗവാനോട് രതി കൂടിക്കൂടി വന്നു. ബാഹ്യമായിട്ട് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ആ കുചേലൻ ദരിദ്രനായിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ ഉള്ളുകൊണ്ട് ധനികനായിരുന്നു. ഭഗവാനെ ഉള്ളിൽ നിറച്ചു വെക്കുന്ന ഏതൊരു മനുഷ്യനും ധനികനാണ്. ഭഗവാനെ മാറ്റി നിർത്തി ഉള്ളിലേക്ക് ബാഹ്യമായ എന്തെല്ലാം സമ്പത്തുക്കളും മോഹങ്ങളും ആഗ്രഹങ്ങളും നിറച്ചു വെക്കുന്നോ അവൻ എന്നും ദരിദ്രനാണ്. കാരണം ആ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും അവസാനമില്ലാത്തതാണ്. ഒരു മായയാണ് ആ ആഗ്രഹങ്ങളും മോഹങ്ങളും. ഒന്നിനു പിറകെ ഒന്നായി നമ്മളെ വലിച്ചുകൊണ്ട് പോകും. എവിടെ നിന്നും? ഭഗവാനിങ്കിൽ നിന്നും. അപ്പോൾ ഭഗവാനിങ്കിലേക്ക് അടുക്കണമെങ്കിൽ ഈ വലിച്ചുകൊണ്ട് പോകുന്ന എല്ലാത്തിൽ നിന്നും അങ്ങോട്ട് വിടുതൽ കിട്ടണം. അതിനാകട്ടെ ആ ഭഗവാന്റെ കഥകൾ തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള, ആ ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ കഥകൾ, കാരണം ആ ഭഗവാനോട് ചേർന്നിരുന്ന, മനസ്സുകൊണ്ട് സദാ ഭഗവാനോട് ഒട്ടിയിരുന്ന കുചേലനോട് ഭഗവാന് തോന്നിയൊരു പ്രിയം നമുക്ക് ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ കുചേലവൃത്തം പറയുമ്പോൾ അവിടെ പറയുന്നത് ഭഗവാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുചേലൻ്റെ സുഹൃത്തായിരുന്നു ഭഗവാൻ എന്നല്ല, ഭഗവാന്റെ സുഹൃത്തായിരുന്നു. അർജുനനെ കുറിച്ച് പറയുമ്പോൾ അർജുനൻ്റെ സുഹൃത്തായിരുന്നു കൃഷ്ണൻ. പക്ഷെ കുചേലൻ്റെ കാര്യം പറയുമ്പോൾ ഭഗവാന്റെ സുഹൃത്തായിരുന്നു കുചേലൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അത്രമാത്രം പ്രിയമുള്ളവനായിരുന്നു. ആ പ്രിയമുണ്ടായത് ഉള്ളുകൊണ്ട് ധനികനായപ്പോഴാണ്. ധനികൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ വിചാരം കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയായിരുന്നു ആ കുചേലൻ്റെ ഉള്ളം. ഇവിടെയും അതാണ് പറയുന്നത്. ഹരിക്ക് പ്രീതി ഉണ്ടാവണമെങ്കിൽ ആ ഭക്തൻ്റെ മനസ്സിന് ശുദ്ധി ഉണ്ടാവണം. ആ ശുദ്ധി എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെ, ഈ ഭാഗവത കഥ നിരന്തരം കേൾക്കുന്നതിലൂടെ മാത്രമേ ഭഗവാനിൽ രതിയുണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളതിനോടൊക്കെ താനെ അരതിയുണ്ടായിക്കോളും, ഒട്ടലില്ലാതെ ആയിക്കോളും. അങ്ങനെയുള്ള പുരുഷനോട്, മനുഷ്യനോട്, ജീവിയോട്
ഭഗവാൻ ഒരു പ്രിയം കൂടുതലാണ്. അതുകൊണ്ട് അല്ലയോ ശ്രീശുക മഹർഷേ, തദേവ വദ, അത് തന്നെ എനിക്ക് പറഞ്ഞു തന്നാലും, ആ ഭഗവാന്റെ ലീലകളെ തന്നെ എനിക്ക് പറഞ്ഞു തന്നാലും എന്നിവിടെ ശ്രീ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക മഹർഷിയോട് പറയുകയാണ്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യശൃണ്വതോ വൈത്യരതിർവിതൃഷ്ണ സത്വം ച ശുദ്ധ്യത്യചിരേണ പുംസഃ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം വദമന്യസേ ചേത്. ഇവിടെ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഒരു വരി തന്നെ വലിയൊരു സമസ്തപദമാണ്. യശൃണ്വതോ പൈത്യരതിർവിതൃഷ്ണ. അത് വളരെ ശ്രദ്ധിച്ച് വായിക്കുക. നമ്മൾ ഓരോരോ വാക്കുകൾ പറഞ്ഞു തരുന്നത് രണ്ട് വാക്ക് അങ്ങനെ ഓരോന്നോരോന്ന് ചേർത്ത് യശൃണ്വത അപൈതി, യശൃണ്വതോ പൈതി, പിന്നെ അരതിർ, അങ്ങനെ ഓരോന്നോരോന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് ശുദ്ധ്യത്യചിരേണ. ശുദ്ധ്യതി അചിരേണയാണ്. ത്യ എന്നുള്ള അക്ഷരത്തിന് അകാരം കൊടുക്കുക, അപ്പോഴേ അത് അചിരേണ ആക്കുകയുള്ളൂ. പിന്നെ അടുത്തത് പുംസഹ, അവിടെ വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വാക്കുകളൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ആദ്യത്തെ ഒരു വരിയാണ് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ വായിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും അത് നന്നായി വായിക്കാൻ ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബാക്കി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.